ഇന്ന എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇന്ന എന്നുള്ളത് ഒരു ഹർഫാണ്, അത് തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച പദങ്ങൾ നോക്കാട്ടോ. അൽ കലമു മക്സൂറുൻ, പേന പൊട്ടിയതാണ്. അൽ കലമു മുബ്തദ, മക്സൂറുൻ ഖബർ. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ തീർച്ചയായും പേന പൊട്ടിയതാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ? ഇന്നൽ കലമ മക്സൂർ. ഇന്നൽ കലമ മക്സൂർ, തീർച്ചയായും പേന പൊട്ടിയതാണെന്നാണ് പറയാ അല്ലേ? അപ്പോൾ ഇന്നെ നമ്മൾ എന്ത് പറയാ? ഹർഫു തൗക്കീദിൻ എന്നാണ് പറയാ കേട്ടാ. ഇന്നെ നമ്മൾ പറയുന്നത് ഹർഫു തൗക്കീദിൻ, തൗക്കീദ് ചെയ്യാനുള്ള ഒരു ഹർഫാണ് ഇന്ന എന്നത്. ഹർഫു തൗക്കീദിന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇന്നെ പറയാം ഹർഫു തൗക്കീദിൻ. അൽ ഖലമന് ഇസ്മു ഇന്ന, മക്സൂറുൻ ഖബറു ഇന്ന. ഓക്കെ, അപ്പൊ മക്സൂറുൻ ഖബറു ഇന്ന കണ്ട ഒറ്റ പദമായിട്ട് വന്നത്. അൽ കലമ ഇസ്മു ഇന്ന എപ്പോഴും എന്തായിരിക്കും? നസ്ബായിരിക്കും അല്ലേ? മൻസൂബായിരിക്കും. മക്സൂറുൻ ഖബറു ഇന്ന മർഫൂഉൻ. ഇന്നേന്റെ ഖബർ എപ്പോഴും മർഫൂ ആയിരിക്കും. അതൊക്കെ അല്ലേ? ആ സെന്റൻസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. അടുത്ത് നോക്കിയേ. അർറജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാകുന്നു. അർറജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാകുന്നു. ഇനി ഒന്ന് ഇറാബ് ചെയ്തേ. അർറജുലു എന്താണ്? മുബ്തദ മർഫൂഉൻ. ഫിൽ മസ്ജിദി എന്താ? ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. നമ്മള് വേറെ രീതിയിൽ കൂടി പറയാട്ടോ. ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല എന്ന് പറഞ്ഞിട്ട് ഫി മഹല്ലി റഫ് എന്ന് പറയാട്ടോ. റഫിന്റെ മഹലിലാണ്, കാരണം ഖബറാണല്ലോ. ഖബർ എപ്പോഴും മർഫൂ ആയിരിക്കും. ഫി മഹല്ലി റഫ് ഇൻ ഖബർ, അങ്ങനെയും പറയൂ കേട്ടോ. ശരി, അപ്പോൾ ജാറുൻ വ മജ്റൂറുൻ ആയാലും അത് റഫാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി നമ്മൾ പറഞ്ഞ പുരുഷൻ പള്ളിയിൽ തന്നെയാകുന്നു, എങ്ങനെ പറയാ? ഇന്നർറജുല ഫിൽ മസ്ജിദി, ഇന്നർറജുല ഫിൽ മസ്ജിദി. ഇന്നനെ എന്താ പറഞ്ഞത് ഞാന്? ഇന്നനെ നമ്മൾ എങ്ങനെ ഇറാബ് ചെയ്യാ? ഇന്ന ഹർഫു തൗക്കീദി വനസ്ബിൻ എന്ന് പറയട്ടെ. നസ്ബല്ലേ, നസ്ബുൻ ചെയ്യുന്നുണ്ടല്ലോ. തൗക്കീദിന്റെ ഒരു ഹർഫാണ് നസ്ബിൻ എന്ന് പറയാം. വനസ്ബിൻ. അർറജുല എന്താ? അർറജുല ഇസ്മു ഇന്ന മൻസൂബുൻ. കറക്റ്റ്. ഫിൽ മസ്ജിദി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. ഖബറു ഇന്ന ട്ടാ. ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. കണ്ടോ? ഇതിന്റെ ഖബർ ജാറുൻ വ മജ്റൂറായിട്ട് കണ്ടോ? ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല വേണമെങ്കിൽ പറയാം, പറയാം. അത് പിന്നെ ഖബറു ഇന്ന. ശരി, അടുത്ത് നോക്കിയേ. ഹുവ ഫിൽ ഗുർഫത്തി, അവൻ മുറിയിലാകുന്നു. ഹുവ എന്താണ്? ഹുവ മുബ്തദ. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാല് ضميرٌ منفصل مبني വേണമെങ്കിൽ പറയാം. മബനി അലൽ ഫത്ഹി മുബ്തദ അല ഫി മഹല്ലി റഫിൻ മുബ്തദ. ഫിൽ ഗുർഫത്തി ഇനി നമ്മള് തീർച്ചയായും അവൻ മുറിയിലാകുന്നു എങ്ങനെ പറയാം? ഇന്നഹു പറയില്ലേ? അപ്പൊ ഇന്നഹു ഫിൽ ഗുർഫത്തി. ഇന്നഹു പറയില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇന്നന്റെ ഒപ്പം ഈ ഹുവനെ അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച്ഡ് പ്രോനൗൺ ആക്കും. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ആക്കും. ഇന്നഹു ഫിൽ ഗുർഫത്തി, ഇന്നഹു ഫിൽ ഗുർഫത്തി. കണ്ടോ? തീർച്ചയായും അവൻ മുറിയിലാകുന്നു. ഇന്നഹു ഖുർആനിലൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നഹു തീർച്ചയായും അവൻ. ഇനി തീർച്ചയായും അവർ രണ്ടു പുരുഷന്മാർ. ഇന്ന പ്ലസ് ഹുമാ എന്താകും? ഇന്നഹുമാ. ഇന്ന പ്ലസ് ഹും തീർച്ചയായും അവർ. എങ്ങനെ പറയാ? ഇനി തീർച്ചയായും അവൾ. ഇന്നഹ. തീർച്ചയായും അവർ രണ്ടു സ്ത്രീകൾ. ഇന്നഹുമാ. തീർച്ചയായും അവർ രണ്ടിലധികം സ്ത്രീകൾ. ഇന്നഹുന്ന. അറ്റാച്ച് ചെയ്തിട്ട് തന്നെ പറയണം കേട്ടോ. അറ്റാച്ച് ചെയ്ത് എഴുതണേ, ഒറ്റക്ക് നിർത്തരുത് കേട്ടോ. ഇന്നഹുന്ന. ഇന്നത് വന്നു കഴിഞ്ഞാൽ മൂപ്പരെ ഇന്നന്റെ കൂടെ തന്നെ നിർത്തണം ഈ ലമീറുകളൊക്കെ കേട്ടാ. ഇനി തീർച്ചയായും നീ ഒരു പുരുഷൻ. ഇന്നക ലമിനൽ മുർസലീൻ. കണ്ടില്ലേ? തീർച്ചയായും നീ മുർസലുകളിൽ പെട്ടവനാകുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആയത്ത് ഇതല്ല, കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഞാൻ അത്
കൃത്യമായിട്ട് ഇറാബ് ചെയ്തുതരാം. 2 തൗക്കീദാണ് അവിടെ. ഇൻഷാ അല്ലാ. ഇന്നക്ക കണ്ടോ, തീർച്ചയായും. ഇന്നക്ക തീർച്ചയായും നിങ്ങൾ 2 പുരുഷന്മാർ. ഇന്നകുമാ ഇന്നക്കുമാ ഇന്നക്കുമാ കറക്റ്റ്. തീർച്ചയായും നിങ്ങൾ 2-ലധികം പുരുഷന്മാർ. ഇന്നകും ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, നീ ഒരു സ്ത്രീ. ഇന്നക്കി ഇന്നക്കി തീർച്ചയായും നിങ്ങൾ 2 സ്ത്രീകൾ. ഇന്നകുമാ ഇന്നക്കുമാ തീർച്ചയായും നിങ്ങൾ 2-ലധികം സ്ത്രീകൾ. ഇന്നകുന്ന ഇന്നക്കുന്ന തീർച്ചയായും ഞാൻ. ഇന്നി ഇന്നി ഇനി വേണമെങ്കിൽ ഇന്നനി പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്നീന്നും കണ്ടിട്ടുണ്ട്, ഇന്നനീന്നും കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ. ഇന്നാന്നും പറയാം അല്ലെ. തീർച്ചയായും നമ്മൾ പറയല്ലേ ഇന്നാലില്ല പറയാറില്ലേ, ഇന്നാലില്ല. ഇന്ന കണ്ട, ഇന്ന തീർച്ചയായും ഞങ്ങൾ അല്ലാഹുല അല്ലെ, അള്ളാഹുലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. ഇന്ന തീർച്ചയായും ഞങ്ങൾ. ഇന്നനീനും തീർത്ത് താഹയിലില്ല അല്ലേ? ഇന്നനി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാന ഉണ്ട് അല്ലേ. ഇന്നനി. ശരി, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നൻ്റെ സിസ്റ്റർമാരെ ഇങ്ങനെയൊക്കെ തന്നെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അത് ചെയ്യുന്ന ഇൻഷാല്ലാ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹുവ ഫിൽ ഉർഫത്തി, അവൻ മുറിയിലാണ്. അപ്പോൾ നമ്മൾ എന്താക്കി, ഇന്നഹു ഫിൽ ഉർഫത്തി തീർച്ചയായും അവൻ മുറിയിലാകുന്നു. ഇനി അതൊന്ന് ഇറാബി എങ്ങനെയാ, ഇന്ന ഹർഫു തൗകീദി വനസ്ബിൻ. ഇനി നമ്മൾ ഹൂ എന്നുള്ളത് അറ്റാച്ച്ഡ് പ്രോനൗൺ അല്ലേ, അതിനെ പറയുന്നത് എന്താ, ദൊമീറുൻ മുൻഫസിലുൻ അല്ലേ. ദൊമീർ അല്ലേ അത്, ദൊമീറുൻ മുൻഫസിലല്ല അല്ലേ, മുത്തസിലാണ് അല്ലേ. ദൊമീറുൻ മുത്തസിലുൻ മബനിയുൻ അലാ ദമ്മി, ദമ്മയിൽ മബനിയാണ് അത് അല്ലേ. ദൊമീറുൻ മുത്തസിൽ ദമ്മയല്ലേ ലാസ്റ്റ്. ഇന്നഹു എന്ന് പറയുമ്പോൾ ഹാക്കിൽ ദമ്മയല്ലേ. ദൊമീറുൻ മുത്തസിലുൻ അത് മബനിയാണ്, മബനിയുൻ അലാ ദമ്മി. അപ്പം മബനിയൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഫീ മഹല്ലി പറയട്ടാ. മഹല്ലി ഇതിൻ്റെ സ്ഥാനത്താണെന്ന് പറയുള്ളൂ. എന്തിൻ്റെ സ്ഥാനത്ത്, ഫീ മഹല്ലി ഏതിൻ്റെ സ്ഥാനത്തത്, റഫാണോ നസ്ബാണോ? മഹല്ലി നസ്ബിൻ. നസ്ബിൻ എന്താ കാരണം, ഫീ മഹല്ലി നസ്ബിൻ ഇന്നന്റെ ശേഷം വന്ന മുബത്തദ ഇസ്മ, ഇന്നന്റെ ഇസ്മ മുബത്തദ ഇല്ല. ഇന്ന വന്ന മുബത്തദ എന്നുള്ള പേരേ ഇല്ല. ഇസ്മു ഇന്ന. ഇസ്മു ഇന്ന. ഓക്കെ, ഇസ്മു ഇന്ന കേട്ടോ. മുബത്തദ പറയരുതേ. മുബത്തദ നമുക്ക് ഇന്നില്ലാത്ത ജുംലയിലാണ് കേട്ടോ. ഇന്നയും സഹോദരിമാരും വന്ന പേരങ്ങോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഹൂ എന്നുള്ളത് ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദമ്മി, ദമ്മയിൽ മബനിയായ ദമീറാണ് ഹൂ എന്നത്. ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ മഹല്ലിലാണ്. ഇസ്മു ഇന്ന. അങ്ങനെയാണ് കറക്റ്റ് ഇറാബ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിക്കോ. അല്ല നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹു ഇസ്മു ഇന്ന എന്ന് മനസ്സിലാക്കിയാൽ മതി. ഫിൽ ഉർഫത്തി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന, ഖബറു ഇന്ന. അപ്പോൾ ജാറുൻ വ മജ്റൂറിനായിട്ടാ. അടുത്ത നോക്കിയേ, അൽ കൽബു തഹ്ത സയ്യാറത്തി. എന്താ അർത്ഥം, നായ കാറിന്റെ താഴെയാണ്. കാറിന്റെ താഴെയാണ്. അൽ കൽബു എന്താണ്, എന്താ, തഹ്ത താഴെ. കുഴപ്പമില്ല, ഇങ്ങനെ പറയാം. ലർഫ് താഴെ എന്ന് പറയുമ്പോൾ മക്കാൻ തന്നെ. ലർഫ് മക്കാൻ ഷിബുഹ് ജുംല ഖബർ, ഖബറാണ് കേട്ടോ അത്. പിന്നെ സയ്യാറത്തി മുലാഫിൻ ഇലൈഹി അല്ലേ. ഇന്നൽ കൽബ തഹ്ത സയ്യാറത്തി എന്താ അർത്ഥ വ്യത്യാസം വന്നത്, തീർച്ചയായും നായ കാറിന്റെ താഴെയാണ്. തീർച്ചയായും നായ കാറിന്റെ താഴെയാകുന്നു. ഒരു ഇന്നൊക്കെ ഒരു തൗക്കീദിന്റെ അർത്ഥം കിട്ടി അല്ലേ. ഇനി ഒന്ന് റബ് ചെയ്ത, ഇന്ന റബ് ചെയ്ത, ഇന്ന ഹർഫു തൗഹീദ് വനസ്ബിൻ. അൽ കൽബ ഇസ്മു ഇന്ന മൻസൂബുൻ നസ്ബല്ലേ. തഹ്ത ലർഫ് ഖബറു ഇന്ന. കണ്ടോ, ഖബറു ഇന്ന വന്ന കണ്ടോ. സയ്യാറത്തി മുലാഫിൻ ഇലൈഹി. ഞാനൊരു ആയത്തിട്ടുണ്ട്. ഇത് എന്താണ് പറയപ്പോ, ഞാൻ ഇതിലിട്ടത് എനിക്ക് ഓർമ്മയില്ല. ഇന്നാ ജഅൽന ശയാത്തീൻ, തീർച്ചയായും നാം ആക്കി ശൈത്താന്മാരെ ഔലിയാ. ഒന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞ സഹോദരി, ഒന്ന് ഉറക്ക അർത്ഥം പറഞ്ഞതിന്റെ. തീർച്ചയായും
പിശാചുക്കളെ നാം വിശ്വസിക്കാത്തവർക്ക് ഔലിയാക്കളായി നിശ്ചയിച്ചിരിക്കുന്നു, രക്ഷിതാക്കളാക്കി ഔലിയാക്കളാക്കിയിട്ട് ഷെയ്ത്താന്മാരെ നാം ആക്കിയിരിക്കുന്നു അല്ലെ. ഇന്ന നാം ആക്കി ജഅൽന ഷയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. അങ്ങനെയല്ല, കറക്റ്റ് അല്ല, ഞാൻ എഴുതിയത് ഗ്രൂപ്പിലൊന്ന് നോക്കണേ. ഇവിടെ ഇന്ന നിങ്ങള് ഇതെന്താണെന്നറിയോ, ഇതിന്റെ ഇത് ഇട്ടിട്ടില്ല അല്ലെ, ഇന്ന ഇല്ലാത്തതൊന്നും ഖുർആൻ ആയതുകൊണ്ട് ഞാൻ അവിടെ ചേഞ്ച് ആക്കിയിട്ടില്ല. നിങ്ങൾ ഇന്ന ഇല്ലാണ്ട് ഇങ്ങനെ ചിന്തിക്കണേ. നഹ്നു ജഅൽന അള്ളാഹു പറയണമെന്ന് വിചാരിക്കാം, ഈ ഇന്നല്ലാണ്ട് പറയട്ടെ ഞാൻ. നഹ്നു ജഅൽന ഷയാത്തീന ഔലിയാ ലില്ലദീന, അങ്ങനെ ആലോചിക്കട്ടോ. അപ്പോൾ നഹ്നു ആണ് അതിൻ്റെ മുബത്തദ, ജഅൽന അതായത് ഖബർ ജുംലത്തുൽ ഫിഅലിയ ആയിട്ട് വന്നിരിക്കുന്നു ഇവിടെ. ഖബർ ജുംലത്തുൽ ഫിഅലിയ ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന എന്ന് പറയുമ്പോൾ ഇന്നേൻ്റെ അവിടെ നിങ്ങൾ ഇസ്മു ഇന്ന ആരെ എടുക്കുക? ഇന്ന ഇസ്മു ഇന്ന ആരാ? തീർച്ചയായും അള്ളാഹു എന്നുള്ള നാമം അവിടെ ഇല്ലല്ലോ. ഇന്നയാണല്ലേ, ആ നായാണ് അല്ലേ. ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്ന പ്ലസ് നെഹ്നു ആണ് ഇന്ന. ഇന്നാന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്, അതാണ് എന്ത് ഇസ്മു ഇന്ന കേട്ടാ. ഓക്കെ, പിന്നെ അതിന്റെ ഖബർ ഇന്ന ജുംലത്തുൽ ഫിഅലിയാണ് കേട്ടാ. ഞാനിതൊരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. അപ്പോൾ അത് നോക്കുക കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ അയച്ചു തന്നതിൽ ഒരു ഉദാഹരണം സൗദി ടീച്ചർ ഒന്ന് മ്യൂട്ടാക്കണേ. അൽ ഹറമു ഖദീമുൻ എന്ന് വന്നിട്ടുണ്ട്. ഹറം എന്ന് പറഞ്ഞാൽ പിരമിഡാണ് കേട്ടോ. പിരമിഡ് പഴയതാകുന്നു. അൽ ഹറമു ഖദീമുൻ, അൽ ഹറമു മുബ്തദ, ഖദീമുൻ ഖബർ. അവിടെ ഇന്ന വന്നപ്പോൾ ഇന്നൽ ഹറമ ഖദീമുൻ, അപ്പോൾ അൽ ഹറമ എന്നുള്ളത് ഇസ്മു ഇന്ന, ഖദീമുൻ എന്നുള്ളത് ഖബർ ഇന്ന കേട്ടോ. ആ റൂൾസ് ഒന്ന് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇതിലൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ കേട്ടോ. ഇന്നെൻ്റെ ഇതെഴുതിയത് ഒറ്റ മിനിറ്റ് കേട്ടോ. കുറേ ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട് ഈ പാഠത്തിൽ. അപ്പോൾ പതുക്കെ പോകാം കേട്ടോ. ഇപ്പം പറഞ്ഞത് കേട്ടോ, ഇന്നെൻ്റെ ഇതയച്ചു തരാം കേട്ടോ. ഇന്നഹു ഹുവ ഗനിയുൻ, അവൻ ധനികനാകുന്നു. ഇന്ന ചേർത്ത് പറഞ്ഞേ. തീർച്ചയായും അവൻ ധനികനാകുന്നു എന്നങ്ങനെ പറയാ. ഹുവ ഗനിയുൻ, ഇന്നഹു ഗനിയുൻ. കണ്ട, ഇന്ന പ്ലസ് ഹുവ ഇന്നഹു. ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നന, ഇന്നി, ഇന്നന, അല്ലെങ്കിൽ ഇന്ന എന്ന് പറയും, ഇന്നന എന്നും പറയും കേട്ടോ. അത് ഞാൻ അയച്ചിട്ടിട്ടുണ്ട്, നോട്ട് നോക്കിക്കോട്ടെ. ഇനി അതിൽ ഏതാണ്, അപ്പോൾ ഒരു ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അല്ല, അതും ഉണ്ട് ഇതിൽ വരുന്നുണ്ട്. ഇന്നെൻ്റെ രണ്ടുപേരെ നമുക്ക് പഠിക്കാൻ തൽക്കാലം ഉള്ളൂ. അല്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ല എന്നുള്ളത്? ഇന്നെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ഇനി നമ്മൾ സിസ്റ്റർമാരൊക്കെ പറയുമ്പോൾ മീൻ അഹവാത്തി ഇന്നാന്ന് കൂടെ പറയണം കേട്ടോ. ഞാൻ ഇസ്മു ഇന്ന ഇറാബ് ചെയ്യണം ഇട്ടിട്ടില്ല അല്ലേ, അത് നോക്കട്ടെ കേട്ടോ. അല്ല, ഒരു വേറെ കൂടി. അൽ കിതാബു സഹലുൻ, പുസ്തകം എളുപ്പമുള്ളതാണ്. ഇനി ഒന്ന് ഇന്ന ചേർത്ത് പറഞ്ഞേ. ഇന്നൽ കിതാബ സഹലുൻ, ഇന്നൽ കിതാബ സഹലുൻ, പുസ്തകം എളുപ്പമുള്ളതാണ്. അൽ കിതാബ എന്നത് ഇസ്മു ഇന്ന മൻസൂബുൻ, സഹലുൻ ഖബറു ഇന്ന മർഫൂഉൻ അല്ലേ. അൽ മുദർരിസു ജദീദുൻ, അധ്യാപകൻ പുതിയതാകുന്നു. പിന്നെ ചേർത്തേ. ഇന്നൽ മുദർരിസ ജദീദുൻ. നിങ്ങൾ സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾക്കപ്പോൾ എളുപ്പവും. അടുത്ത നോക്കിയേ. ആമിനത്തു താലിബത്തുൻ, തെറ്റിയോ? അല്ല, താലിബത്തുൻ. ആമിന വിദ്യാർത്ഥിനിയാകുന്നു. തീർച്ചയായും ഇട്ട ഇന്നട്ടെ. തീർച്ചയായും ആമിനത്തു താലിബത്തുൻ, ആമിനത്തു താലിബത്തുൻ. അലിഫ്ലാം വേണ്ട, ആമിനക്ക. ഇന്ന ആമിനക്ക, ഇന്ന ആമിനക്ക, ഇന്ന ആമിനക്ക താലിബത്തുൻ. അലിഫ്ലാം ഇടരില്ല കേട്ടോ, കാരണം എന്താ, മംനു മിന സർഫ് അല്ലേ, പേരുകളാണ്. സ്ത്രീനാമങ്ങൾ നമ്മൾ അലിഫ്ലാം ഇട്ടിട്ട് പഠിച്ചിട്ടില്ലല്ലോ. ഒരു പേര് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. നോട്ട് ചെയ്യണം കേട്ടോ, ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഇറാബ് ചെയ്യലില്ല, ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല.
ഒരെണ്ണം കൂടി ല അല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ല അല്ല കണ്ടിട്ടില്ലേ ഖുർആനിൽ ല അല്ലഹു യസ്സക്ക എന്ന് കേട്ടിട്ടില്ലേ ല അല്ല മൂസാ നബി പറയുന്നത് നിന്റെ അടുത്ത് ഫിറൗന്റെ അടുത്തേക്ക് നബിയോട് ചെല്ലുന്നില്ല എല്ലാം യതദക്കറു ഔ യഖ്ശ. അപ്പോൾ ഈ ല അല്ല ഉണ്ട് അത് ആരാണ് ഇന്നെൻ്റെ കണ്ടോ അതിലില്ലേ നമ്മുടെ സഹോദരിമാരിൽ പെട്ടതാണ് ആര് ല അല്ല എന്നുള്ളത് കേട്ടോ ല അല്ല ഇന്നെൻ്റെ ഇതിൽ പെട്ടാണ് ഈ ല അല്ലക്ക് കുറേ അർത്ഥങ്ങളുണ്ട് നമുക്ക് ഈ ബുക്കിൽ ഇതുവരെ പഠിപ്പിച്ചതിൽ രണ്ടർത്ഥം മാത്രമേ നമുക്ക് പഠിക്കാൻ വന്നിട്ടുള്ളൂ കേട്ടോ രണ്ടർത്ഥം മാത്രമേ വന്നിട്ടുള്ളൂ ഒന്നാമത്തേത് ഒരു ഹോപ്പ് പ്രതീക്ഷ അതിന് പറയാം ഹർഫു തർജി എന്നാണ് പറയുക നോട്ടായിട്ട് ഹർഫു തർജി എന്നാണ് പറയാം മറ്റേ ഇന്നെ പറയുന്നത് ഹർഫു തൗക്കീദ് കേട്ടാ ഇത് തെർജി പ്രതീക്ഷ ഒരു പ്രതീക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല വെക്കുന്നത് ഒരു പ്രതീക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറയുക എന്തെന്നാ പാഠം എളുപ്പമുള്ളതാണ് ഇപ്പം ഒന്ന് പറഞ്ഞില്ലേ അദ്ദർസു സഹലുൻ അല്ലേ അദ്ദർസു സഹലുൻ പാഠം എളുപ്പമുള്ളതാണ് അപ്പം നമ്മൾക്കൊരു പ്രതീക്ഷ അടുത്ത പാഠം അല്ലെങ്കിൽ പാഠം എളുപ്പമുള്ളത് ആയേക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിക്കും അപ്പം നമ്മൾ എങ്ങനെ പറയും ല അല്ല ദർസ സഹലുൻ കണ്ടോ ല അല്ല ദർസ സഹലുൻ പാഠം എളുപ്പമുള്ളത് ആയേക്കാം പ്രതീക്ഷ കേട്ടോ ഇനി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ പറയുമ്പോൾ നമ്മളിങ്ങനെ അല്ല വെക്കാം ഇനി ഒരു ഇഷ്ഫാക്കിന്റെ പ്രതീക്ഷ അത് വെയിറ്റ് ചെയ്യട്ടാ ഖുറാന്റെ ഉദാഹരണത്തിലേക്ക് വെയിറ്റ് ചെയ്യട്ടാ ചിലപ്പോ പ്രതീക്ഷ ഹർഫു തെർജി ട്ടാ തെർജി എന്നാണ് ഇനി ഇഷ്ഫാക്കിന്റെ അർത്ഥമുണ്ട് ഒരു കാര്യം നമുക്കൊരു ഐ എം അഫ്രൈഡ് ഓഫ് എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ ഞാൻ ഭയപ്പെടുന്നു ഇന്ന കാര്യം സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പറയും ചില കാര്യങ്ങൾ അങ്ങനെ പറയും അവൻ നേരത്തെ വൈകി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും അല്ല പറയാം ഇതേപോലെ തന്നെ അവിടെ എഴുത്തിനൊന്നും വ്യത്യാസമില്ല അർത്ഥവ്യത്യാസമാണ് വരിക കേട്ടോ അപ്പോൾ നമ്മളവിടെ പറയാം ഇഷ്ഫാക്കിൻ്റെ അർത്ഥം ഈ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ തഅലീലിൻ്റെ അർത്ഥം വരും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ള ഖുർആൻ പഠിക്കുന്നവരായതുകൊണ്ട് എളുപ്പത്തിന് പറയുകയാണ് തഅലീലിന് വേണ്ടിയിട്ട് വരും അതായത് വേണ്ടി എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി തഅലീൽ തന്നെ കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥം വരും അതായത് ഇപ്പോൾ നിങ്ങൾ സൂറത്ത് ബക്കറയിലാണുള്ളത് ഫറദല്ലാഹു ലക്കും സിയാമ ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ അള്ളാഹു സിയാമ നമുക്ക് ഫർലാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി അവിടെയൊക്കെ ലഅല്ല വന്നത് ഓർക്കണ്ട പിന്നെ ഉണ്ടെന്ന് അവിടെയൊക്കെ ഉണ്ട് പിന്നെ ചിലയിടത്ത് എന്താ പറയുക ഇസ്തിഫാമിന് വേണ്ടിയിട്ട് എന്ന് പറയാം ഈ തഅലീലും ഇസ്തിഫാമും നമുക്ക് ഈ പോർഷനിൽ ബുക്കിൽ ഇല്ല കേട്ടോ ഇസ്തിഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക നിനക്ക് എന്താ അറിയാം അയാൾ ഒരു പക്ഷേ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം അല്ലേ യസ്സക്ക എന്താ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കുമല്ലോ അപ്പോൾ അവിടെ ഇസ്തിഫാമിന് വേണ്ടിയിട്ട് വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് തെർജി മാത്രമാണ് തെർജിയാണ് ഇഷ്ഫാക്കില്ല തെർജി മാത്രം ഇഷ്ഫാക്ക് വരുന്നത് ഈ ബുക്കിൻ്റെ ലാസ്റ്റ് കേട്ടോ തെർജിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ല അല്ല എന്നുള്ളത് ഹർഫു തെർജിയാണ് ഇതേ ഇന്നൻ്റെ കുറേ നമ്മളിട്ട് പഠിച്ചില്ലേ അൽ കലമു മക്സൂറുൻ പേന പൊട്ടിയതായേക്കാം എന്നെങ്ങനെ പറയാം അൽ കലമു മക്സൂറുൻ കണ്ടോ പേന പൊട്ടിയതായേക്കാം അർറജുലു ഫിൽ മസ്ജിദി പുരുഷൻ പള്ളിയിലായേക്കാം ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ പറയാ ലഅല്ല റജുല ഫിൽ മസ്ജിദി കണ്ടോ ഇതേപോലെ തന്നെ അവനായേക്കാം ലഅല്ലഹും ഇതേപോലെ തന്നെ ലഅല്ലേന് നമുക്ക് എന്ത് ചെയ്യാം ളമീർ ഇട്ടിട്ട് പറയാം കേട്ടോ അപ്പോൾ തൽക്കാലം കുറേ ഉദാഹരണങ്ങൾ പഠിക്കേണ്ട ലഅല്ലൻ്റെ ഇന്നൻ്റെ കുറേ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നൻ്റെ എക്സാമ്പിൾ ഇട്ടുള്ളത് കേട്ടോ അപ്പോൾ ലഅല്ലയും ഇതേപോലെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കട്ടെ ഇതിൽ വരുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ ലഅല്ലൻ്റെ ലഅല്ലഹുമാ എഴുതി ഉണ്ടായിരുന്നു ഒരിക്കൽ നോക്കട്ടെ കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടരാം ലഅല്ലന ഉണ്ട് ലഅല്ലന നാം ആയേക്കാം ലഅല്ലി ഞാനായേക്കാം ഉണ്ട് കേട്ടോ ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇട്ടുണ്ട് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇതിൽ അക്ഷരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാനായേക്കാം ഐ ഹോപ്പ് അല്ല ഞാനായേക്കാം എനിക്കായേക്കാന്നല്ല അറിയാ
എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയാണോ പറയാ? ഞാൻ ആയേക്കാം, അല്ല തോന്നുന്നു. അല്ല ഞാൻ അന ആ, എന്താ പറയാ, ഞാൻ ആയേക്കാം, എന്ത് പറയാലോ, അന വെച്ച് പറയുമ്പോൾ എല്ലാം കൂട്ടി പറയുമ്പോൾ ഞാൻ ആയേക്കാം എന്ന് പറഞ്ഞൂടെ? ഞാൻ ആയേക്കാം, ഞാൻ ഇന്നതായേക്കാം എന്നൊക്കെ പറയാലോ. എൻ്റെ ഒരു നല്ല പ്രതീക്ഷയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൂടെ? ഞാൻ ആയേക്കാം, അല്ലെങ്കിൽ അന ഫായിസുൻ, ഞാൻ വിജയിയാകുന്നു. അലി ഫായിസുൻ, ഞാൻ വിജയി ആയേക്കാം. പറ്റുമല്ലോ, പറയാൻ പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ. കറക്റ്റായില്ലേ? പറ്റും ഇൻഷാ അല്ലാ. അല്ല, ഇസ്മ